ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ. ഇന്ന് കാവശ്ശേരി പൂരമാണ്. അപ്പോൾ കാവശ്ശേരി പൂരത്തിന് എനിക്കെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നു, നേരത്തെ വന്നു. രാവിലെ വീഡിയോസ് ഒന്നും അത് കാരണം എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ചെറിയ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. കിച്ചണിലെ തിരക്കല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കിച്ചണിൽ ഞാൻ പോവാറില്ല, ഒക്കെ അമ്മയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും പിന്നെ പിള്ളേരെ നോക്കലും അതൊക്കെ ആയിട്ട് നമുക്ക് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കാവശ്ശേരി പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ ഏട്ടനും ഫ്രണ്ട്സൊക്കെ കൂടി ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. നല്ല ബ്ലോക്കായ കാരണം അവർ നേരത്തെ ഇറങ്ങി. വണ്ടികളൊക്കെ നല്ല ബ്ലോക്കല്ലേ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർ നേരത്തെ ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ണികളെ വെച്ചിട്ട് പോകണ്ട എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ പോയില്ല. ഇപ്പോൾ 2 കൊല്ലമായി കണ്ടിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം കാണാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീട്ടിലത്തെ പ്രത്യേകത സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടോ. ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ സംസാരിക്കുന്നത്. ഇതിന് മുന്നൊരു വീഡിയോ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ് ട്രിപ്പിളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇങ്ങനെ പുരോഗമിച്ച് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ സംസാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അയ്യേ ഈ പെണ്ണെന്താ ഇങ്ങനെ സംസാരിക്കണേ എന്ന് ചോദിച്ച് കുറേ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ. നമ്മൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വിഭവങ്ങൾ എന്താണെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാണിച്ചു തരാം കേട്ടോ. ഐസ്ക്രീം കഴിക്കുകയാണ് ഇവിടെ. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാ ഇഷ്ടമായോ? മിത്ത് കഴിച്ചാ? പാപ്പൻ എങ്ങനെയാണ് പോയിരുന്നത്? കാടൂരല്ല ആവശ്യം ഇവിടെ. അപ്പം നല്ല ബീഫ് വരട്ടിയതും അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം കാച്ചിണ്ടായിരുന്നു, പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, പപ്പടം, അച്ചാറ്, ഇഞ്ചും പുളി, സാമ്പാർ, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ അവരുടെ ഉച്ചയ്ക്കുള്ള നമ്മുടെ മെനു എന്ന് പറയണത്. അങ്ങനെ എന്നിട്ട് മിത്തുവിനും ആദൂനും ഞാൻ വേഗം കഴിക്കാൻ കൊടുത്തു കേട്ടോ സമയമായപ്പോൾ. പപ്പടം കാച്ചിയത് മതി, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് 2 പേർക്ക് ചോറ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഒരാൾ അവിടെ നിന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഓരോ വായ മേടിച്ചിട്ട് പോണത്. ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് 3 കണ്ട് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഈവനിങ് തന്നെ ആവും. പിന്നെ അതേ കഴിഞ്ഞ് രാത്രിയിലത്തെ വെടിക്കെട്ടിന് പോകുമ്പോൾ പിന്നെയും ടൈം ആവും. എനിക്ക് തോന്നുന്നില്ല കഴിക്കണ കറക്റ്റ് ടൈമിലൊന്നും എത്താൻ പറ്റും എന്നുള്ളത്. അപ്പോൾ കാവശ്ശേരി പൂരം TV-യിൽ ഞങ്ങൾ ലൈവ് വെടിക്കെട്ടൊക്കെ കണ്ടു കേട്ടോ. അവർ 3ാമത്തെ വെടിക്കെട്ട് കഴിഞ്ഞു. അപ്പോൾ അവർ വരണ്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ട് വരുമ്പോഴേക്ക് സമയമൊക്കെ ഒരുപാടാവും. അവർ 3ാമത്തൊന്നും കാണാൻ നിന്നില്ല കേട്ടോ. വെയിലിൻ്റെ ചൂട് കാരണം അവർ വേഗം വീട്ടിലെത്തി. വന്നത് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ വേഗം വെടിക്കെട്ട് കണ്ട് കരിഞ്ഞുണങ്ങി വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു വെടിക്കെട്ട്? വെയിൽ കൊണ്ടുവന്ന ക്ഷീണത്തിൽ അവർ വേഗം റെസ്റ്റ് എടുക്കാൻ പോയിട്ടോ കഴിച്ചിട്ട്. എന്നിട്ട് പിന്നെ എൻ്റെ കുഞ്ഞു പണിയിലേക്ക് ഞാൻ കടന്നു കേട്ടോ. ഒരു 6 മണി 6:30 ആകുമ്പോൾ അവർ വന്നു, ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് മിത്തു അവരെ കൂടെ പോകാൻ വേണ്ടി റെഡി നിൽക്കുകയായിരുന്നു. കൊണ്ടുപോയില്ല. എന്തിനാ ഞാൻ വെള്ളം എടുത്തിട്ട് വരുന്നേ? വേണ്ട, നീ പോയി കുടിച്ചോ. അതാ നിന്റെ വാട്ടർ ബോട്ടിലിരിക്കണം. അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് 18 പണി മിത്തു നോക്കിയിട്ടോ. പക്ഷേ നല്ല തിരക്കുള്ള കാരണം അവനെ കൊണ്ടുപോയില്ല കേട്ടോ. അതിൻ്റെ പരാതിയും പരിഭവങ്ങളും വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ തിരിച്ചു വരുമ്പോഴേക്കും അമ്മ നല്ല മീൻകറിയും മീൻ വറുത്തതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ വേഗം ഇറങ്ങി കേട്ടോ. കോഴിക്കോട് എത്തേണ്ടതല്ലേ, അപ്പോൾ വേഗം എത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഇറങ്ങാൻ കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞ് അവർ തന്നെ യാത്രയാക്കി മിത്തോട്ടിനും അച്ഛനും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.